ഇതെനിക്ക് പറയാനുള്ളത് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോടാണ്. നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, എപ്പോഴും ടൈം കൊടുക്കും, കെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നിങ്ങൾ ഒരു പ്രത്യേക ലോകത്തായിരിക്കും. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ കരിയർ കുറച്ച് ഫോക്കസ് ആവും. കാരണം നിങ്ങൾ രണ്ടുപേരെ ലൈഫിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ബിസി ആവുന്നത്. കുറച്ച് ബിസി ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് പാർട്ട്ണറിൽ ഒരാൾ നമ്മളെ അവോയ്ഡ് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ്, നമുക്ക് ടൈം തരുന്നില്ല എന്ന് പറഞ്ഞ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇമോഷൻസ് വീക്കായിട്ട് അപ്പുറത്ത് വേറൊരു തേർഡ് പേഴ്സൺ വരും. നിങ്ങൾക്ക് ഈ ടൈമും നിങ്ങൾക്ക് എല്ലാ എൻജോയ്മെൻറ്റും തരാൻ ഒരാൾ വരും. നിങ്ങൾ ആ ഒരു ഇല്യൂഷനിൽ നിങ്ങൾ വീണിട്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ പാരലായിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടുണ്ടാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയും, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത്രയും എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ലൈഫിലേക്ക് വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ബിസി എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നത്. ഇതേപോലെ നിങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ആളെ കൂടിയും കുറച്ച് മാസം കഴിയുമ്പോൾ റിയാലിറ്റി എന്ന് പറഞ്ഞ സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഇഷ്യൂസ് ഒക്കെ വരും. നിങ്ങൾ പിന്നെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറച്ച് നിൽക്കാൻ പറ്റില്ല. പിന്നെയും ബെറ്റർ കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകും. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി കളിക്കാനുള്ളതൊന്നല്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഒരാളെ സാഹചര്യം മനസ്സിലാക്കി. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതും ബിസി ആവുന്നത്. അത് ഓർത്താൽ നല്ലത്. അപ്പം കാണുന്നവർ അപ്പാന്ന് വിളിക്കുന്നവർ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അവർ മാറാൻ പോകുന്നില്ല.